കോളിവുഡിൽ വീണ്ടും ഒരു വിവാഹമോചനം കൂടി സംഭവിക്കാൻ പോകുന്നു. 27ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന വിജയ് സംഗീത ദാമ്പത്യമാണ് അവസാനിക്കാൻ പോകുന്നത്. നടന്റെ ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു. പ്രമുഖ നടിയുമായുള്ള വഴിവിട്ട ബന്ധം, വിശ്വാസവഞ്ചന എന്നിവയാണ് വിജയ്ക്കെതിരെ സംഗീത ഉന്നയിച്ച ആരോപണങ്ങൾ. 2021 മുതൽ വിജയും സംഗീതയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. നടിയുമായുള്ള ബന്ധം കണ്ടെത്തിയപ്പോൾ സംഗീത നടനെ ചോദ്യം ചെയ്തു. എന്നാൽ എല്ലാം അവസാനിപ്പിക്കുകയാണെന്നും ഇനി ബന്ധം തുടരില്ലെന്നും അന്ന് വിജയ് ഉറപ്പു നൽകി. അതിനാലാണ് ഇരുവരും അന്ന് വിവാഹമോചനത്തിന് ഒരുങ്ങാതിരുന്നത്. എന്നാൽ വാക്ക് തെറ്റിച്ച് നടിയുമായി വിജയ് ബന്ധം തുടരുന്നുവെന്ന് മനസ്സിലാക്കിയതിനാലാണ് സംഗീത ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് സംഗീത വിജയ് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ തകർച്ചയാണ്. സംഗീത ഇപ്പോൾ വിവാഹമോചനത്തിന് വേണ്ടി നിയമപരമായി നീങ്ങിയത് ബുദ്ധിപരമായ തീരുമാനമായിരുന്നുവെന്ന് ചിലർ കുറിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുമ്പോഴാണ് പ്രതിച്ഛായയെ തന്നെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ആരോപണം ഭാര്യ തന്നെ നടനെതിരെ നടത്തുന്നത്. വിജയിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇതോടെ തുലാസിലായി. ഏറെ വാർത്താപ്രാധാന്യം നേടിയ വിവാഹേതര ബന്ധം കരൂർ സംഭവം, ജനനായകൻ സിനിമ റിലീസ് നീട്ടി ഇപ്പോൾ വിവാഹമോചനവും രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ നിരന്തരം തിരിച്ചടികളാണല്ലോ. വിജയ് എത്ര വലിയ മണ്ടനാണെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇത്രയും വലിയൊരു ബോംബും കയ്യിൽ വെച്ച് ഇയാൾ എങ്ങനെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയാവാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? MGR, ജയലളിത ചരിത്രം എന്നൊക്കെ പറയുന്നവരോട് അന്നത്തെ കാലം അല്ല ഇന്ന്. അതുപോലെ തന്നെ അതെല്ലാം പരസ്യമായ രഹസ്യങ്ങളായി അവസാനിച്ച കഥകളാണ്. ഇതുപോലെ ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ 2021 തന്നെ ആദ്യമായി വിജയിയുടെ ഭാര്യ ഈ അവിഹിത ബന്ധം തൂക്കുകയും വാണിംഗ് കൊടുക്കുകയും ചെയ്തു. അന്നെല്ലാം നിർത്തിയെന്ന് വിജയ് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത് തുടർന്ന് പോയതാണ് സംഗീതയെ ചൊടിപ്പിച്ചതും ഡിവോഴ്സ് വരെ എത്തിയതും. ഏറ്റവും മോശം പ്രവൃത്തികളിൽ ഒന്നാണ് ഒരു പങ്കാളിയുള്ളപ്പോൾ അവരെ ചതിച്ചിട്ട് മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. കരിയറിൻ്റെ പീക്കിൽ നിന്ന് ഏറ്റവും വലിയ വീഴ്ചയിലേക്ക് വിജയ് വീണുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, ഒളിക്യാമറകളില്ല, ഇന്നത്തെപ്പോലെ ചാനലുകളില്ല. അതുകൊണ്ട് അന്ന് എന്തും നടക്കുകയായിരുന്നു. ഇന്ന് ജനങ്ങൾ ബുദ്ധിമാന്മാരായി. സ്ത്രീകളുടെ പിന്തുണ കുറയും. ജെന്റിൽമാൻ ഇമേജും തകർന്നടിഞ്ഞു. സംഗീതയ്ക്ക് വിജയിയോടുള്ള വെറുപ്പിൻ്റെ ആഴം ഇലക്ഷൻ തൊട്ടരികിൽ നിൽക്കുമ്പോൾ ഡിവോഴ്സിന് തുനിഞ്ഞതിലൂടെ വ്യക്തമായി. എന്നിങ്ങനെ നീളുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ. ഏറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ വിജയ് തൃഷ ബന്ധം ചർച്ചാ വിഷയമാണ്. തൃഷയുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്നതുമായിരുന്നു. വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൃഷയ്ക്കൊപ്പം വിജയ് പ്രത്യക്ഷപ്പെട്ടത് ലിയോ സിനിമയിലായിരുന്നു. സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ തൃഷയുടെ 20 വർഷത്തെ സിനിമാ ജീവിതത്തെ പ്രശംസിച്ച് നടൻ സംസാരിച്ചതും വൈറലായിരുന്നു. 5 വർഷത്തോളമായി സംഗീതയും വിജയും വേർപിരിഞ്ഞാണ് താമസം. സംഗീതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നടൻ്റെ മാതാപിതാക്കളും മനഃപൂർവ്വം അത്തരം ചോദ്യങ്ങളെ അവഗണിച്ചിരുന്നു.